ആശാനിപ്പോ മോശ സമയമാ, നമുക്കൊരു കൈനോട്ടക്കാരനെ പോയി കണ്ടാലോ? ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. വാ പോവാ. മകന്റെ തലയിൽ ഇപ്പോ ശുക്രനാണല്ലേ? തല മാത്രമല്ല, കാലിന്റെ ഇടയിലും. ആശാനൊന്ന് ചുമ്മാ ഇരി. നീ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന വാലൊരു പ്രശ്നമല്ല. കുതിര ഓടും, വാലാടും. ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന പറയുന്നല്ലേ. ഒന്നും മിണ്ടാതിരിക്കാം ആശാനെ, പുള്ളി അതൊന്ന് പറഞ്ഞു ഒപ്പിക്കട്ടെ. ഒരു കാര്യം ചെയ്യും, ഇഷ്ടപ്പെട്ട ഒരു പൂ മനസ്സ് വിചാരിച്ചു. ഇത്ര പെട്ടെന്നോ? അതാണ് എന്റെ ആശാൻ. ചെമ്പരത്തിപ്പൂ അല്ല, റോസാപ്പൂ അല്ല, കൊങ്ങിണിപ്പൂ അല്ല, പിന്നെ ഏത് പൂ? കല്ലേലൂതി കാറ്റാടിപ്പൂ. ആശാനെ, എന്നാ പഞ്ചവർണ്ണ തിത്തിലൂമ്പി തിരുവാതിരപ്പൂ. ഇതൊക്കെ ഏത് പൂ? ഘോര വനാന്തര ഭാഗങ്ങളിൽ കാണുന്ന പൂക്കളാ. നഗ്ന നേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ കാണാൻ പറ്റുകയില്ല. ഒരു പൂവും കൂടി ഉണ്ട്, തൃക്കാവടി തൃച്ചെമ്പരത്തി തിരുവണ്ണാത്തി പൂ. ഈ പറഞ്ഞ രേഖം വെച്ചോണ്ട് നീ ഇത്രയും കാലം ജീവിച്ചിരുന്നത് തന്നെ അത്ഭുതമാണ്. ഇരുന്ന് കൊണച്ചോണ്ടിരിക്കാതെ ഇതിനൊരു പ്രതിവിധി പറയുക. കല്ലേമുട്ടി കൈനോട്ട കാവടി, ഇതിനൊരു പ്രതിവിധിയുള്ളൂ. നീ ഒരു കാര്യം ചെയ്യും, ആനക്കൊമ്പ് അരച്ച് അമൃതം പൊടി ചാലിച്ച് ആവണക്കെണ്ണ കൂട്ടി ആസനത്തിൽ തേച്ച് അരനാഴിക നേരം ആകാശത്തോട്ട് നോക്കി അപരാധം പറഞ്ഞാൽ നിന്റെ ഈ കഴപ്പിനൊരു ശമനം കിട്ടും. അതിന് ആനക്കൊമ്പ് എവിടെ കിട്ടും? ആരോടും പറയണ്ട, നമ്മുടെ അമ്പാട്ട സോമന്റെ കയ്യിൽ 2 ആനക്കൊമ്പുണ്ട്. മോഹവില കൊടുത്താൽ സാധനം ഇഞ്ഞു പോരും. ഈ കല്ലേമുട്ടി കരവാണ കഴിവേറിനെ വിറ്റിട്ടാണെങ്കിലും ഞാൻ ആ ആനക്കൊമ്പ് മേടിക്കും.